നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒടുവിൽ നിർണായക തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമായി മന്ത്രിമാരായ ആന്റണി രാജുവും മന്ത്രി അഹമ്മദ് ദേവർകോവിലും രാജിവെച്ചു. ഇരുവരും മുഖ്യമന്ത്രിക്ക് രാജി സമർപ്പിച്ചു കഴിഞ്ഞു. മന്ത്രിസഭാ പുനഃസംഘടന ചർച്ച ചെയ്യാൻ ഇടതുമുന്നണിയുടെ നിർണായക യോഗം ഇന്ന് ചേരുന്നതിനിടെയാണ് ഇരുവരും കത്ത് കൈമാറിയത്. നവകേരള സദസ്സ് പൂർത്തിയായ ശേഷമായിരിക്കും മന്ത്രിസഭാ പുനഃസംഘടന നടത്തുന്നതെന്ന നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്തായാലും ഇന്നലെ നവകേരള സദസ്സ് അവസാനിച്ചു കഴിഞ്ഞു. നവകേരള സദസ്സ് അവസാനിച്ച പശ്ചാത്തലത്തിലാണ് പുനഃസംഘടനയിലേക്ക് ഇടതുമുന്നണി കടക്കുന്നത്. KB ഗണേഷ് കുമാർ, കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവരെ ഉൾപ്പെടുത്തിയാകും മന്ത്രിസഭാ പുനഃസംഘടന. 29-ന് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്താനാകും തീരുമാനം. സർക്കാർ 2.5 വർഷം പൂർത്തിയാക്കുന്ന ഘട്ടത്തിലാണ് മന്ത്രിസഭാ പുനഃസംഘടന നടത്തുന്നത്. KB ഗണേഷ് കുമാർ ഗതാഗത വകുപ്പും കടന്നപ്പള്ളി തുറമുഖ വകുപ്പും ഏറ്റെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇരുവരും ഇതേ വകുപ്പുകൾ നേരത്തെയും കൈകാര്യം ചെയ്തിട്ടുള്ളവരാണ്. ഇതുകൂടാതെ NDA വിരുദ്ധ JDS തങ്ങളാണെന്ന് വ്യക്തമാക്കി CK നാണു നൽകിയ കത്തും ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്തേക്കും. കഴിഞ്ഞ ദിവസം സമാപിച്ച നവകേരള സദസ്സിന്റെ അവലോകനവും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായേക്കും. പൂർണ്ണ സംതൃപ്തിയോടെയാണ് പടിയിറങ്ങുന്നത് എന്നാണ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ വ്യക്തമാക്കിയത്. മന്ത്രിയാക്കിയത് LDF ആണെന്നും LDF തീരുമാനം അംഗീകരിക്കുന്നുവെന്നും അഹമ്മദ് ദേവർകോവിൽ പ്രതികരിച്ചു. 2.5 വർഷം കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ചെയ്തെന്നും പൂർണ്ണ സംതൃപ്തിയോടെയാണ് പടിയിറങ്ങുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതുപോലെ മടക്കം വളരെ സന്തോഷത്തോടെയാണെന്നും മന്ത്രിസ്ഥാനം രാജിവെച്ച ശേഷം മന്ത്രി ആന്റണി രാജു മാധ്യമങ്ങളോട് പ്രതികരിച്ചു. KSRTCയെ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചെന്നും അദ്ദേഹം പ്രതികരിച്ചു. മന്ത്രിസഭാ രൂപീകരണ സമയത്തുണ്ടായ ധാരണാപ്രകാരം ഘടകകക്ഷികളായ 4 MLAമാരിൽ 2 പേർക്ക് 2.5 വർഷവും മറ്റ് 2 പേർക്ക് 2.5 വർഷവുമാണ് തീരുമാനിച്ചത്. ഇതുപ്രകാരം ഗതാഗത മന്ത്രി ആന്റണി രാജുവും തുറമുഖ മന്ത്രി അഹമ്മദ് ദേവർകോവിലും മാറി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിസഭയിൽ എത്തും. മുൻ ധാരണ പ്രകാരമാണെങ്കിൽ നവംബർ അവസാനം പുനഃസംഘടന നടക്കേണ്ടതായിരുന്നു. എന്നാൽ മന്ത്രിസഭയുടെ കേരള പര്യടനം നടന്നതുകൊണ്ടാണ് പുനഃസംഘടന നീണ്ടുപോയത്. എന്തായാലും അവസാനം ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിസഭയിലേക്ക് വരികയാണ്. സത്യപ്രതിജ്ഞ ഈ മാസം 29-ന് രാജ്ഭവനിൽ ഒരുക്കുന്ന പ്രത്യേക വേദിയിൽ നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.